ശബരിമലയിലെ അരവണ നിർമ്മാണത്തിന് ഉപയോഗിച്ച ഏലക്കായിൽ കീടനാശിനി സാന്നിധ്യം. കേന്ദ്ര ലാബിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. 14 കീടനാശിനിയുടെ സാന്നിധ്യം അനുവദനീയമായ അളവിലും കൂടുതൽ വിവരങ്ങളുമായി ശ്രീലക്ഷ്മി ചിറമല ചേരുന്നു. ശ്രീലക്ഷ്മി, ശബരിമലയിലെ അരവണ നിർമ്മാണത്തിന് ഉപയോഗിച്ച ഏലക്കായിൽ കീടനാശിനി സാന്നിധ്യം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ആതിര, ശബരിമലയിൽ അരവണയിൽ ഉപയോഗിക്കുന്ന ഏലക്കയുടെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. പാലാരിവട്ടത്തുള്ള സ്പൈസസ് ബോർഡിന്റെ ഗുണനിലവാര പരിശോധന ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിൽ 14 കീടനാശിനികളുടെ സാന്നിധ്യമാണ് ഏലക്കയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സയന്റിസ്റ്റായ രമേശ് ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഏലക്കയിൽ 95 കീടനാശിനികളുടെ സാന്നിധ്യമാണ് പരിശോധിച്ചത്. ഇതിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാർബൻഡസിം, ക്ലോർപൈറിഫോസ്, സൈഫ്ലോത്രിൻ എന്നിങ്ങനെയുള്ള കീടനാശിനികളുടെ സാന്നിധ്യം അനുവദനീയമായ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡം അനുസരിച്ച് അനുവദനീയമായ അളവിനേക്കാൾ വളരെ കൂടുതലാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെ കൂടാതെ ഈ ഏലക്കയ്ക്ക് ഇത്രയും കീടനാശിനികളുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ഏലക്കയ്ക്ക് നിയമപ്രകാരം ഇവ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം സുരക്ഷിതമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നേരത്തെയും ഈ ഏലക്കയുടെ ഗുണനിലവാരത്തെ സംബന്ധിച്ച പരിശോധന നടത്തിയിരുന്നു. 2 പരിശോധനകളാണ് നടത്തിയിരുന്നത്. എന്നാൽ ഈ 2 പരിശോധനകളുടെയും ഫലങ്ങളിൽ വൈരുദ്ധ്യമുണ്ടായതിനെ തുടർന്ന് കോടതി കേന്ദ്ര ലബോറട്ടറിയിൽ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. കോടതിയുടെ ഈ നിർദ്ദേശത്തെ തുടർന്നാണ് വീണ്ടും കേന്ദ്ര അതോറിറ്റി പരിശോധന നടത്തിയത്. ഈ പരിശോധനയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. വ്യക്തമാണ് ശ്രീലക്ഷ്മി. ശബരിമലയിലെ അരവണ നിർമ്മാണത്തിന് ഉപയോഗിച്ച ഏലക്കായിൽ കീടനാശിനി സാന്നിധ്യം. കേന്ദ്ര ലാബിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. 14 കീടനാശിനിയുടെ സാന്നിധ്യം അനുവദനീയമായ അളവിലും കൂടുതലാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീലക്ഷ്മി.